ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സോനൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ അവളെ കോയമ്പത്തൂർ ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. മുൻപ് ഞങ്ങൾ കോളേജ് കാണാൻ പോയതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കോയമ്പത്തൂർക്ക് പോയത്. അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ടൊന്ന് കാണുക. അപ്പോൾ അവൾക്ക് ക്ലാസ് തുടങ്ങുകയാണ്, അതുകൊണ്ട് തന്നെ അവളെ ഹോസ്റ്റലിലാക്കി പോരാനാണ് ഞങ്ങൾ ഇന്ന് പോണത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ അന്നത്തെക്കാളും കുറച്ച് നേരത്തെയാണ് പോയിട്ടുണ്ടായിരുന്നത്, കാരണം 10 മണിയാകുമ്പോൾ അവിടെ എത്തണം. അവിടെ ഇങ്ങനെ ചേർത്തേണ്ട പരിപാടിയും പിന്നെ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും വണ്ടിക്ക് വെക്കുകയാണ് കേട്ടോ. ഗൾഫിക്ക് പോകേണ്ട അത്ര സാധനങ്ങൾ സോനക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു, അതിലേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഓൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ട്രിപ്പ് പോണ പോലെ തന്നെയായിരുന്നു കേട്ടോ. കാരണം കുറേ യാത്ര ചെയ്യാണ്ട് വണ്ടിയിൽ കുറേ ഇരിക്കണം, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അങ്ങനെ. പക്ഷെ തിരിച്ച് വരുമ്പോൾ സോന തിരിച്ചില്ല, കാരണം ഓളവിടെ ഹോസ്റ്റലിലാക്കി. ആ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ശരിക്കും ഒരു ട്രിപ്പ് പോകണ ഒരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഒരു 6 മണിനൊക്കെ മുന്നേ ഇറങ്ങിക്കണം കേട്ടോ. ഒരു 5:45 ഇറങ്ങിക്കുന്നത് തോന്നുന്നു. അന്ന് ഞാൻ അവിടുത്തെ റോഡൊക്കെ നല്ലപോലെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അതൊന്നും നേരം പോലെ എടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ഞങ്ങൾ അവിടെ എത്താൻ നേരം അങ്ങനെ കുറച്ച് ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ. മറ്റേ കോയമ്പത്തൂർ പോയ വ്ളോഗ് കണ്ട ഞങ്ങൾക്ക് അവിടുത്തെ പ്രകൃതി എല്ലാതും നേരെ കാണാൻ പറ്റും, കാരണം അതിൽ ഞങ്ങളെക്കാട്ടിലും കൂടുതലുള്ളത് റോഡ്സാണ്. പിന്നെ ഓരോ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഞാനും സോനിയും ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചെറുതായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നേരം പോലെ നോക്കിയാൽ ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ എടുത്തിട്ട്. എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് ഇരിക്കുന്നത്. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എടുത്ത വീഡിയോസ് ഇടാൻ അങ്ങനെ ലേറ്റ് ആവും. ഇനി എനിക്ക് ഇടാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെ മടിയാണ് എഡിറ്റ് ചെയ്യാൻ. ഇരുന്നാൽ പിന്നെ എഡിറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ കോളേജിൽ എക്സാമൊക്കെ ഉണ്ട് കേട്ടോ. കോളേജിലത്തെ പരിപാടീൻ്റെ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇന്ന് ഡിലീറ്റ് ആക്കിയോന്നും അറിയൂല, ഇനി അതിലുണ്ടോയെന്നും അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കും. പിന്നെ കോളേജിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പരിപാടികൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മാമൻക്ക് അറിയായിരുന്നു, ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഫുഡും അവിടെ നിന്നായിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്ക്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ ആദ്യം കോയമ്പത്തൂർക്ക് ഇവളെ ചേർത്താൻ വന്നില്ലേ, അന്ന് പോയ അതേ ഹോട്ടലിലേക്കാണ് പോയിട്ടുള്ളത്. അതേ സംഭവം തന്നെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ മസാല ദോശ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ എപ്പോൾ രാവിലെ പോയാലും ഒന്നെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ മസാല ദോശയാണ് വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ അതന്നെ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം മസാല ദോശ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. സോനൻ്റെ മുഖത്ത് ചെറിയൊരു സങ്കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇനി എന്താ തിരിച്ചു പോകുമ്പോൾ ഓളവിടെ ഹോസ്റ്റലിൽ നിൽക്കല്ലേ, ആ ഒരു ടെൻഷനൊക്കെ ഓൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കഴിക്കാനിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോവുക ചെയ്തത്. അവിടെ എത്തി പിന്നെ എപ്പോഴാണ് ഇറങ്ങുകയെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യം തന്നെ കഴിക്കാൻ കയറിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി കോളേജിലേക്ക് പോകാൻ തുടങ്ങി. ഇനിയിപ്പോൾ സോന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിരുന്ന് വരുന്ന പോലെ, കാരണം കോളേജിൽ നിന്ന് ലീവ് കിട്ടുമ്പോൾ വിരുന്ന് വരുന്ന പോലെ. പിന്നെ ഇപ്പോൾ കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു, അതിനൊന്നും ഓൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ മിസ് ചെയ്യും. അപ്പോൾ എനിക്കും നല്ല മിസ് ചെയ്തിരുന്നു കേട്ടോ കസിൻ്റെ പരിപാടിക്ക് ഓളില്ലായിട്ട്. കാരണം ഉമ്മാൻ്റെ ഫാമിലിയിലത്തെ ഏത് പരിപാടിക്ക് പോകുമ്പോഴും ഞങ്ങൾ രണ്ടാളും ഒപ്പാക്കാരം പോണതും ചോറുണ്ണാനിരിക്കണതും ഒക്കെ. അതിന് ഞാനൊരു ഒറ്റപ്പെട്ട പോലെ നിന്ന്. പിന്നെ വേറെ കസിൻസ് വന്നപ്പോൾ ഇങ്ങനെ വൈബ് ഉണ്ടായിരുന്നെങ്കിലും ഓളില്ലാത്തതിൻ്റെ ഫീൽ നമുക്ക് വേറെ മനസ്സിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കോളേജ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഹോളിലേക്ക് പോകാനോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫുഡൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ടോക്കനൊക്കെ എഴുതിയിട്ട് നമുക്ക് തരുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ ഓൾ ഫോണിൽ കൂടി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല ഒരു ഇതുവരെ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ മേലെ പോയിരുന്നു കേട്ടോ. ഈ പരിപാടി നടക്കുന്ന അവിടെ ഹോളിൽ പോയിരുന്നു. സോനിയും മാമനും താഴത്ത് ക്ലാസ്സിലായിരുന്നു. അങ്ങനെ പിന്നെ പല പ്രോഗ്രാംസ് ഇങ്ങനെ സ്റ്റേജിൽ കൂടെ ഇങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. തിരുവാതിര ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും കുട്ടികൾ എത്തിയിട്ടുണ്ടായില്ല. അതായത് അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ താഴത്ത് എന്തോ ഇങ്ങനെ ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. കാരണം മൺഡേ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്, അപ്പോൾ അതിൻ്റേതായ പല ഇതും അവിടെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പാരൻസ് മാത്രം മേലെ ഇരുന്നിട്ട് ഇങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ സ്റ്റുഡൻസൊക്കെ മേലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസും പാരൻസും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പൊപ്പിയും ഒന്ന് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാവശ്യത്തിന്. അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടുത്തെ ഇങ്ങനെ ഗാർഡനൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് കോളേജിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഞാൻ പൊപ്പി ഒന്ന് അവിടേക്കൊന്ന് ഇങ്ങനെ കണ്ടു. പിന്നെ ഞങ്ങൾ മേലേക്ക് തന്നെ ഒന്ന് പോയി. അങ്ങനെ ആദ്യം തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ സാറുമാരെയും എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു എല്ലാവർക്കും. സ്റ്റുഡൻസിന് ഇങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റാണ് ഓരോ മിസ്സുമാരും എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ തമിഴിലാണ് കൂടുതലും പറയണത്. തമിഴിലും ഇംഗ്ലീഷിലുമാണ് പറയണത്. ഏതോ 2 സാറൊക്കെ ആയിരുന്നു മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. തമിഴിലാണ് പറയണതെങ്കിലും കുറച്ച് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏറെക്കുറെയൊക്കെ മലയാളം പോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പ്രോഗ്രാം കാണുന്നുണ്ട്. സോന എവിടെയെന്ന് ഇങ്ങനെ തപ്പണുണ്ടായിരുന്നു കേട്ടോ. സോന ഏറ്റവും മുമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ എന്തോ ഫാഷൻ ഷോ പോലെ അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു. എന്താ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ മെഴുകുതിരി കൊടുത്തിട്ട് എല്ലാവരോടും ലാസ്റ്റ് നീച്ച് നിന്നിട്ട് അതിങ്ങനെ ഉയർത്തി പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റുഡൻസ് എല്ലാവരും നീച്ച് നിന്ന് മെഴുകുതിരിയൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അവർക്ക് ഇങ്ങനെ എന്തൊക്കെ പ്രൊജക്ടറിലും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സോന ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോനൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂരുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ അവളിങ്ങനെ എടുത്തിങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ ഞങ്ങളൊപ്പം തന്നെയായിരുന്നു കേട്ടോ ഫുള്ള്. പിന്നെ പാരൻസിൻ്റെ കൂടെ ആയിരുന്നു. അവളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ എന്താന്നൊക്കെ ഉള്ളത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും താഴത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ കഴിക്കാൻ പോയി. ഞങ്ങളെ കാറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് എല്ലാവരും അവിടെ ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ ബിരിയാണിയാണ്. ഇങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോസ്റ്റലിൻ്റെ അവിടേക്ക് പോയി കേട്ടോ. ഹോസ്റ്റലിൽ പോയിട്ട് നമുക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഓളെ ബെഡ് സാധനങ്ങൾ ഒക്കെ. അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ കഴിഞ്ഞ കോയമ്പത്തൂർ വീഡിയോയിൽ നേരം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു റൂമൊക്കെ എങ്ങനെയാവും എന്നുള്ളത്. ഇന്ന് ഓളെ നേരെയുള്ള റൂം കാണിച്ചു തരാം. അതായത് ഏത് റൂമിലാണ് ഓളുള്ളത്, എങ്ങനത്തെയാണ് എന്നൊക്കെ ഉള്ള. ഓളെ റൂമിൽ ഫുള്ള് മലയാളീസാണ് കേട്ടോ. പിന്നെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് ആണുങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെച്ചത്. ആണുങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാൻ പോലും വരാൻ പറ്റില്ല കേട്ടോ. അത്രയും സുരക്ഷിതമാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനെ ഓളെ റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏത് റൂമാണെന്നൊക്കെ കാണിച്ചു തരാൻ നമ്മളെ കൂടെ അവിടുത്തെ സീനിയർ സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3ാം നിലയിലായിരുന്നു കേട്ടോ ഓളെ റൂം. ലിഫ്റ്റൊന്നുമില്ല, നമ്മൾ കയറി തന്നെ വേണം. ഞാനും സോനയും ചോദിച്ചു ലിഫ്റ്റൊന്നും ഇല്ലേ എന്നൊക്കെ. അത്രയും നമ്മൾ കയറി തന്നെ വേണം. ഇനി ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കയ്യിൽ സാധനങ്ങളും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് റൂം. ആദ്യം ഞങ്ങളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏത് കട്ടിലാണോ വേണ്ടത് അത് ഓൾക്ക് സെലക്ട് ആക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓൾക്ക് ഈ കട്ടിൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്ത് ഓൾക്ക് ബെഡും ഒക്കെ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ ഞങ്ങൾ എത്തിയപ്പോക്കും പിന്നെ അടുത്ത ടീംസ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് തൃശ്ശൂരിൽ നിന്നുള്ളതായിരുന്നു കേട്ടോ. ഒക്കെ 4 പേരും ഒരു ടീമായിട്ടുള്ളതായിരുന്നു. പിന്നെ ഓളെ റൂം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ പോകുന്നതിന് ശേഷം ഓളെ കോളേജിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫ്രണ്ടിനെ കണ്ടല്ലോ, ഓളെ റൂമൊക്കെ ഓൾ മാറിയിട്ടുണ്ടായിരുന്നു. അറിയണ ആരെപ്പെങ്കിലും ആവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എല്ലാവരുടെ സാധനങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. മക്കൾക്കുള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുക്കുകയായിരുന്നു. പിന്നെ സോനൻ്റെയും ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്തു. അപ്പം ഉമ്മമ്മ വെറുതെ ഇങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വെറുതെ എടുത്തതാണ്. പിന്നെ അങ്ങനെ ഓളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോന്നു ഗൈസ്. ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ്, ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ട്. അങ്ങനെ താഴത്തേക്ക് എത്തിയപ്പോക്കും ഓളെ റൂമിലുണ്ടായിരുന്നവരെ വീട്ടുകാരൊക്കെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ യാത്ര ആക്കിയിരുന്നിട്ട് എല്ലാവരും. ഞങ്ങളും ഇങ്ങനെ യാത്രയൊക്കെ അങ്ങനെ നിൽക്കുക തന്നെയാണ്. ഓൾക്ക് ഒരു തുണയും കൂടിയും കിട്ടുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഓളോട് ബൈ ബൈ പറഞ്ഞ് പോരാൻ നിൽക്കുകയാണ്. കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കരയും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഓൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓളെ റൂമിലേക്ക് ഒരാളും കൂടി വരുമെന്ന് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു റൂമിൽ 6 ആൾക്കാരാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതാ വേറൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓളെ ആ കുട്ടീൻ്റെ കൂടെ ഏൽപ്പിച്ച് പോരുക ചെയ്തത്. അതായത് ഓരെങ്ങനെ ഒന്ന് കമ്പനി ആക്കിയിട്ട് അവിടെ നിന്ന് പോരുക ചെയ്തത് കേട്ടോ.
ഓളെ മുഖത്ത് സങ്കടം ഉണ്ടെങ്കിലും ഓളത് പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വണ്ടി കയറി, എനിക്കാണെങ്കിൽ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളല്ലോ, മറ്റേത് ഇങ്ങനെ എപ്പോൾ കിടങ്ങിപ്പോയാലും കാണാനൊക്കെ പറ്റിയിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ അവിടുന്ന് പോന്നതിന് ശേഷം ഞാൻ ആകെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ കിടന്നുറങ്ങിയിരുന്നു. രാവിലെ പോന്നപ്പോൾ അത്ര തോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഉറങ്ങുമ്പോൾ വേറൊരു സുഖമാണല്ലോ. അപ്പം അങ്ങനെ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ സോന ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, റൂം മാറ്റി എന്നൊക്കെ പറയാൻ. പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എന്താ വേറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി എന്നൊക്കെ പറയാനൊക്കെ. അങ്ങനെ ഓളത് അവിടെ സെറ്റായി എന്ന് അറിഞ്ഞപ്പോൾ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നുകൊണ്ട് നിൽക്കുകയാണ്. പോരുമ്പോൾ നമുക്ക് തീരെ ദൂരമില്ലാത്ത പോലെ തോന്നും കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ദൂരമുള്ള പോലെ തോന്നും. അത് നമ്മൾ എങ്ങോട്ടാണെങ്കിലും അങ്ങനെയാണല്ലോ. അങ്ങനെ പിന്നെ ചായ കുടിക്കാൻ നിർത്തി. 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞാൻ ഇവിടെ പൊക്കവട എടുത്തിട്ടുണ്ട്. പിന്നെ ചായ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചായ കുടിക്കൂല. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കടികൾ ഓരോരുത്തർ ഇങ്ങനെ എടുക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും ബോണ്ടയാണ് ഇഷ്ടം, പക്ഷേ പൊക്കവട കണ്ടപ്പോൾ അതെടുത്താണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടും പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.